നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സയൻസ് ആണ്, പ്രത്യേകിച്ച് ഫിസിക്സ്. എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾ ഫുൾ മാർക്ക് ഈ ഒരു ടെസ്റ്റിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഏരിയ ഇപ്പൊ തന്നെ, ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഏരിയ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. പിന്നത്തേക്ക് മാറ്റി വെക്കരുതേ. പിന്നെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. നിങ്ങൾ വെറും മോക്ക് ടെസ്റ്റ് മാത്രമല്ല അറ്റൻഡ് ചെയ്യുന്നത്, റിലേറ്റഡ് ഫാക്റ്റും കൂടി, ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും കൂടി ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പേനയും പേപ്പറും ഒക്കെ എടുത്ത് സെറ്റ് ആയിക്കോളൂ. ആദ്യത്തെ ചോദ്യം ഇതാ: വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ തരംഗം ഏതാണ്? ഓപ്ഷൻ എ ഗാമ കിരണം, ബി എക്സ് കിരണം, സി യു വി കിരണം, ഡി റേഡിയോ കിരണം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഗാമ കിരണത്തിനാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടുതൽ. അപ്പൊ വൈദ്യുത കാന്തിക തരംഗം പറയുന്നതിനു മുന്നേ വൈദ്യുത കാന്തിക വികിരണത്തിന്റെ സമൂഹത്തെ വിളിക്കുന്ന പേരെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്നാണ് വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹത്തെ വിളിക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ 7 പ്രധാന വികിരണങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ റേഡിയോ കിരണം, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ്, എക്സ് റേ, ഗാമ കിരണം. ഇവ 7 എണ്ണമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ പ്രധാന വികിരണങ്ങൾ. ഏതൊക്കെയാണ്? റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ്, എക്സ് റേ, ഗാമ കിരണം. ഈ ദൃശ്യപ്രകാശം എന്നത് വിസിബിൾ ലൈറ്റ്, അതായത് മനുഷ്യ നേത്രങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന വൈദ്യുത കാന്തിക തരംഗം എന്താണെന്ന് ചോദിച്ചാൽ ദൃശ്യപ്രകാശമാണ്. ദൃശ്യപ്രകാശത്തിന്റെ വേവ് ലെങ്ത് എത്ര മുതൽ എത്ര വരെയാണ്? 400 മുതൽ 700 നാനോമീറ്റർ. 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് ഓർക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ഗാമ കിരണത്തെ കുറിച്ചല്ലേ? ഗാമ കിരണം ജൈവ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന കിരണമാണ്. ഗാമ കിരണം അണുവിസ്ഫോടനം നടക്കുമ്പോൾ ധാരാളമായി പുറത്തുവിടുന്നത് ഗാമ കിരണമാണെന്ന് ഓർക്കുക. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയതും ഊർജം കൂടിയതും തരംഗദൈർഘ്യം കുറഞ്ഞതുമായ കിരണം ഏതാണ്? ഗാമ കിരണം. സെറ്റാണോ? അടുത്ത ചോദ്യം: ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീത ദിശയിലുമുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം, 4-ാം ചലന നിയമം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, 3-ാം ചലന നിയമമാണ്. എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? 3-ാം ചലന നിയമമാണ്. അടുത്ത ചോദ്യം: ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ്, 8.9 മീറ്റർ പെർ സെക്കൻഡ്, 1.62 മീറ്റർ പെർ സെക്കൻഡ്, 3.26 മീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, 1.62 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. അപ്പൊ ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാൽ എന്താ? പിണ്ഡമുള്ള അഥവാ മാസ് ഉള്ള 2 വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ശക്തി കുറഞ്ഞ പ്രകൃതിദത്ത ബലം PSC ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ശക്തി കുറഞ്ഞ പ്രകൃതിദത്ത ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം, വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവയാണ്. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലവും കൂടുന്നോ കുറയുന്നോ? കൂടുന്നു. ഓർക്കുക. അടുത്ത ചോദ്യം: പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് സിറിഞ്ചിന്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ, ഇവയിലെല്ലാം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയിലെല്ലാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം പാസ്കൽ നിയമമാണ്. അപ്പൊ എന്താണ് പാസ്കൽ നിയമം? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്ന തത്വമാണ് പാസ്കൽ നിയമം. പാസ്കലിന്റെ നിയമപ്രകാരം മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത് പ്രതലബലം ഡിവൈഡഡ് ബൈ
വിസ്തീർണമാണ്. സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ വിസ്തീർണമാണ്. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമം ഏത് തന്നെ? പാസ്കൽ നിയമമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, വൈദ്യുത കാന്തിക ബലം, ന്യൂക്ലിയർ ബലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഗുരുത്വാകർഷണ ബലമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. എന്താണ് ബലം? ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം അഥവാ ഫോഴ്സ്. ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എന്ന് പറയുന്നത് മാസ് ആണ്, എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, 10⁵5 ഡൈൻ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്നത്. അടുത്ത ചോദ്യം, പ്രതല ബലം എസും ആരം 6ഉമുള്ള സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം 4s ഡിവൈഡഡ് ബൈ r 0 2s ബൈ r s ബൈ r. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4s ബൈ r ആണ്. 4s ഡിവൈഡഡ് ബൈ r. പ്രതല ബലം എസും ആരം 6ഉമുള്ള ഒരു സോപ്പ് കുമിളയുടെ സോപ്പ് ബബിളിന്റെ ഉള്ളിലുള്ള അതിമർദ്ദം. എന്താണ് ഈ അതിമർദ്ദം? എക്സസ് പ്രഷർ എന്ന് പറയും. 4s ഡിവൈഡഡ് ബൈ r. ഇവിടെ എസ് എന്ന് പറയുന്നത് പ്രതല ബലവും ആർ എന്ന് പറയുന്നത് ആരവുമാണ്. ഇനി 2s ഡിവൈഡഡ് ബൈ r എന്താണ്? ഒരു സോപ്പ് കുമിളയ്ക്ക് വായുവുമായി സമ്പർക്കത്തിൽ വരുന്ന രണ്ട് പ്രതലങ്ങൾ, അതായത് ഉള്ളിലും പുറത്തും രണ്ട് പ്രതലങ്ങൾ ഉള്ളത് കൊണ്ടാണ് സമവാക്യത്തിൽ ഏത് വന്നേക്കുന്നത്? 6 വന്നേക്കുന്നത്. എന്നാൽ ഒരു സാധാരണ ജലത്തുള്ളി എടുക്കുകയാണെങ്കിൽ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രതലം മാത്രമേ അതിനുണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ അതിമർദ്ദം എക്സസ് പ്രഷർ ചോദിച്ചാൽ 2s ഡിവൈഡഡ് ബൈ r ആണ്. ഒരു സാധാരണ ജലത്തുള്ളിയുടെ അതിമർദ്ദം ചോദിച്ചാൽ എത്രയാണ്? 2s ഡിവൈഡഡ് ബൈ r. സോപ്പ് കുമിളയുടെ ചോദിച്ചാൽ 4s ഡിവൈഡഡ് ബൈ r. അടുത്ത ചോദ്യം, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 0 meter per second square, 11.2 kilometer per second, 7.92 kilometer per second. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, കേന്ദ്രം, ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ എന്താ? 0 ആണ്. 0. അടുത്ത ചോദ്യം, ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഭൂഗുരുത്വ ബലം, പേശി ബലം, ഘർഷണ ബലം, കാന്തിക ബലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലം. ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഘർഷണ ബലമാണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഘർഷണ ബലമാണ്. ഭാരം കൂടുന്നതനുസരിച്ച്, ഒരു വസ്തുവിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? അതും കൂടുന്നു. ഘർഷണ ബലം പ്രതലത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരുപോലെയാണോ? അത് വ്യത്യാസപ്പെടുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ്, അതാണ് ഘർഷണ ബലം. അടുത്ത ചോദ്യം, വൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 kV, 110 kV, 230 V, 110 V. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, 11 kV ആണ്. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്നത്. ചലനത്തെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ്, അക്കൗസ്റ്റിക്സ്, ഒപ്റ്റിക്സ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഡൈനാമിക്സ് ആണ്. ചലനത്തെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഒപ്റ്റിക്സ്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. അപ്പൊ സൗണ്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അക്കൗസ്റ്റിക്സ് ആണ്. സൗണ്ടിനെ കുറിച്ചുള്ള പഠനം. എന്താണ് തെർമോഡൈനാമിക്സ്? താപവും ഊർജത്തിന്റെ മറ്റു രൂപങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ്? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന്റെ ഘടന, സ്വഭാവം, ഗുണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പഠനം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. എന്താണ് ആസ്ട്രോഫിസിക്സ്? ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോഫിസിക്സ്.
അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഇൻഫ്രാറെഡ്, ഗാമ കിരണങ്ങൾ, എക്സ്റേ കിരണങ്ങൾ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ഇൻഫ്രാറെഡ് ആണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്, ഐസക് ന്യൂട്ടൺ, തോമസ് യങ്, കാൾ ഷീലെ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, ഹെൻറി കാവൻഡിഷ് ആണ് ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ ഏത്? വക്രതാതലം, മുഖ്യ അക്ഷം, ആരം, ആക്സിസ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, മുഖ്യ അക്ഷമാണ് വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, ഭാരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം, ന്യൂട്ടൺ, മോൾ, പാസ്കൽ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ SI യൂണിറ്റ്. ഭാരം അഥവാ വെയിറ്റ്, SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതൊരു ഫോഴ്സ് ആണ്, അതായത് ഒരു ബലമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞില്ലേ. ഇനി പിണ്ഡത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അഥവാ മാസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്തുവാ? കിലോഗ്രാം ആണ്. കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ്. തെറ്റിക്കാനായിട്ട് അത് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. മോൾ എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? മോൾ എന്നത് എന്തിന്റെ യൂണിറ്റ്? പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോൾ. പാസ്കൽ എന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പാസ്കൽ എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്, അഥവാ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. പ്രവൃത്തി, ഊർജം, താപോർജം എന്നിവയുടെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. ജൂൾ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ. DB. ഡെസിബൽ ആണ് ശബ്ദ തീവ്രതയുടെ യൂണിറ്റ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താ? ഡയോപ്റ്റർ. ആവൃത്തിയുടെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഹേർട്സ്. ഹേർട്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഫാരഡ്. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഉൽപാദനം ഡാഷ് വഴിയാണ്. ഊർജ ഉൽപാദനമാണ്. അണുവിഘടനം, ബീറ്റാക്ഷയം, ആൽഫാക്ഷയം, അണുസംയോജനം. ഉത്തരം എഴുതിക്കോളൂ. ഊർജ ഉൽപാദനം നടക്കുന്ന അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? ഹീലിയം, സൾഫർ, ഓക്സിജൻ, പൊളോണിയം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ കണ്ടെത്തിയത്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ്, കോൺകേവ് ലെൻസ്, ഡബിൾ കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്നത്. ഒരു സദിശ അളവിന് ഉദാഹരണം? ദൂരം, ത്വരണം, സമയം, ഊഷ്മാവ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ത്വരണമാണ്. സദിശം എന്നാൽ ദിശയും ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും കേട്ടോ. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയരുന്നതിന് കാരണമെന്ത്? പ്ലവക്ഷമ ബലം, ബോയിൽ നിയമം, എസ്കേപ്പ് വെലോസിറ്റി, വിസ്കസ് ബലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, പ്ലവക്ഷമ ബലമാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയരുന്നതിന് കാരണം. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? V is equal to U plus S, U square equal to V square minus 2AS, S equal to UV plus half AT square, VU equal to U square plus 2AT. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, U square equal to V square minus 2AS എന്നതാണ് ശരി. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ന്യൂക്ലിയർ മിസൈൽ ഏത്? അഗ്നി 5, പൃഥ്വി 3, ധനുഷ്, അഗ്നി 4. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, അഗ്നി 5 ആണ്. അഗ്നി 5. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A, GSAT, NVS-01 ഇവയെല്ലാം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, IRS-1A ആണ് സൺ സിൻക്രോണൈസ്ഡ് ഉപഗ്രഹം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. 23 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റി? നിങ്ങളുടെ മാർക്ക് മസ്റ്റ് ആയിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇനിയും ടോപ്പിക്സ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. വെറുതെ പഠിച്ചു മാത്രം പോയാൽ പോരാ, അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര മാർക്ക് നേടാൻ കഴിയുന്നു? അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ വിഷു ഓഫർ നടക്കുന്നുണ്ട്. 10% ഓഫ് ഉണ്ട്. വിഷു രാത്രി 12 മണി വരെ മാത്രമേ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ. എത്രയും വേഗം തന്നെ വിഷു ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാ പോസ്റ്റിന്റെയും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.